നിസാമാബാദിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കട്ടിലിൽ നിന്ന് വീണുള്ള സ്വാഭാവിക മരണമെന്ന് കരുതിയ സംഭവം ഭാര്യയും കാമുകനും ചേർന്ന് ആസൂത്രണം ചെയ്ത അതിക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയ ഭർത്താവിനെ നഴ്സായ ഭാര്യ ഞരമ്പിലൂടെ ബാത്റൂം ക്ലീനിംഗ് ലിക്വിഡ് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. ഗൾഫിൽ തൊഴിലാളിയായിരുന്ന ഡി പ്രശാന്ത് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ജൂൺ 27-നാണ് ഇയാൾ നാട്ടിൽ തിരിച്ചെത്തിയത്. പ്രശാന്തിന്റെ ഭാര്യ സന്ധ്യയും കാമുകനായ എം അനിലും ചേർന്നാണ് ഈ ക്രൂരകൃത്യം നടപ്പിലാക്കിയത്. സന്ധ്യയുമായുള്ള ബന്ധത്തിന് പ്രശാന്ത് തടസ്സമാകുമെന്ന് കരുതിയാണ് ഇരുവരും കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി. ജൂൺ 30-ന് പ്രശാന്ത് കട്ടിലിൽ നിന്ന് വീണ് മരിച്ചെന്നാണ് സന്ധ്യ ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രശാന്തിന്റെ അമ്മ ഡി ശ്യാമളയ്ക്ക് തോന്നിയ സംശയമാണ് കേസിൽ നിർണായകമായത്. ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. നാട്ടിലെത്തിയതിന് പിന്നാലെ പ്രശാന്തിനെ കൊലപ്പെടുത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി കാമുകൻ അനിൽ തന്റെ സുഹൃത്തായ വെങ്കിടസായിയുടെ സഹായം തേടി. പ്രശാന്തുമായി മുൻപരിചയമുള്ള വെങ്കിടസായി പ്രശാന്തിനെ മദ്യപിക്കാൻ ക്ഷണിച്ചു. മദ്യപിച്ചതിനു ശേഷം ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രശാന്തിനെ ഇവർ 1-ാം നിലയിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയായിരുന്നു. എന്നാൽ ഈ അപകടത്തിൽ നിന്ന് പ്രശാന്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രശാന്തിനെ അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ പ്രശാന്ത് ടെറസിൽ നിന്ന് വീണ സംഭവത്തിൽ പ്രശ്നമുണ്ടാക്കുമോ എന്ന് പ്രതികൾ ഭയന്നിരുന്നു. ഇതോടെയാണ് അന്ന് രാത്രി തന്നെ കൊലപാതകം നടത്താൻ ഇവർ തീരുമാനിച്ചത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ പ്രശാന്തിന്റെ കയ്യിൽ ഘടിപ്പിച്ചിരുന്ന ക്യാനുല വഴിയാണ് നഴ്സായ സന്ധ്യ മയക്കുമരുന്നും ബാത്റൂം ക്ലീനിംഗ് ലിക്വിഡും കുത്തിവെച്ചത്. മരണം ഉറപ്പാക്കിയ ശേഷം സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം കട്ടിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. കേസിൽ സന്ധ്യ, അനിൽ, വെങ്കിടസായി എന്നിവരെ നിസാമാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.